ഡോക്ടർ മോഹൻ റോയ് നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ റോയ്, നിതിൻ്റെ മരണം, അതിൻ്റെ ആഘാതം ഇന്നലെ നമ്മളൊക്കെ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ ആദ്യമായി ആ കോളേജിലെ വിദ്യാർത്ഥികൾ മനസ്സ് തുറന്നിരിക്കുകയാണ്. നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റ് ചില സംശയങ്ങൾ, ലോൺ ആപ്പ്, അതിൻ്റെ ഭീഷണി തുടങ്ങിയവയൊക്കെ അന്വേഷണ സംഘം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ ഈ വിദ്യാർത്ഥികൾ മനസ്സ് തുറക്കുമ്പോൾ അവർ പറയുന്നു, നിതിൻ എന്താണ് അനുഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ഞങ്ങളത് നേരിൽ കണ്ടില്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം അവിടെ ഓരോ വിദ്യാർത്ഥികളും അതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. നിറത്തിൻ്റെ, സമ്പത്തിൻ്റെ, ഒപ്പം തടിയുടെ ഒക്കെ പേരിൽ ശാരീരികവും മാനസികവുമായി അവഹേളനം നേരിട്ട കുറേ വിദ്യാർത്ഥികൾ പറയുകയാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥാപനമാണ്, വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അതും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. എന്താണ് ആ അധ്യാപകൻ്റെ, ഡോക്ടർ റാം എന്ന അധ്യാപകൻ്റെ പ്രശ്നം? എന്താണ് ഇതിനെ വിളിക്കാൻ പറ്റുക? എന്താ പറയുക, നമ്മൾ പറയില്ല, ഒരു നഗരത്തിൽ അനീതി ഉണ്ടായാൽ അവിടെ ഒരു കലാപം ഉണ്ടാകണം, അല്ലെങ്കിൽ വൈകുന്നേരത്തിനകം അവിടെ കത്തിച്ചാമ്പലാകണമെന്ന്. യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്നതിന് ശേഷം ഇന്നാണ് ഈ സംഘടനകൾക്കൊക്കെ ഒരു ഉണർവുണ്ടായത്. ഇന്നാണ് ആ കോളേജിലേക്ക് മാർച്ചും മറ്റും സംഭവിച്ചത്. നോക്കൂ, ഈ അധ്യാപകൻ എന്താണ് എന്നുള്ളതിന് ഇനി പൊതുസമൂഹത്തിന് യാതൊരു പ്രത്യേക തെളിവിൻ്റെയും ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടുത്തെ കുട്ടികൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാത്യാധിക്ഷേപം, ജാതിവെറി, വർണ്ണവെറി, പകയോടെ പെരുമാറുക, കയ്യിലുണ്ടായിരുന്ന സെഷണൽ മാർക്ക് വെച്ച് തോൽപ്പിക്കുമെന്ന് പറയുക. നോക്കൂ, എന്നെ അതിൽ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാരണവുമല്ല. ഒരു പെൺകുട്ടി പറയുകയാണ്, ക്ലാസ്സിലുള്ള ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ ശിക്ഷിപ്പിക്കുമെന്നത്ര ഈ പ്രസ്തുത അധ്യാപകൻ. കോളേജിലെ കുട്ടി തന്നെയാണ് പറഞ്ഞത് കേട്ടോ, നമ്മളല്ലാതെ കേട്ടുകളിയുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല പറയുന്നത്. ആ കുട്ടിക്ക് ഇന്നിത് പറയാൻ ധൈര്യം വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു ശവത്തിൻ്റെ പുറത്ത് നിന്ന് ചവിട്ടിക്കൊണ്ടാണ് ഇത് പറയുന്നത്. ഇത്രയും നാൾ നമ്മളെന്തിനാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുന്നേ, ഈ കോളേജിൽ എത്ര മാതാപിതാക്കളുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ പെൺകുട്ടികളെ ആ കോളേജിൽ പഠിക്കാൻ വിട്ടപ്പോൾ ആ കോളേജിൽ ആ കുട്ടിയുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു ആൺകുട്ടി നിങ്ങളുടെ മകളുടെ പുറത്ത് കൈ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നമ്മൾ ഏത് നാട്ടിലാണ്, ഇത് കേരളത്തിൽ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇതല്ല കേരളം, ഇതല്ല നാം ഉണ്ടാക്കിയ കേരളം, ഇതിങ്ങനെ അല്ല കേരളം മുന്നോട്ട് പോകേണ്ടത്. ഇതെന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഇതിൽ പല കയ്യിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു മനോനിലയുണ്ട്. ആ മനോനിലയെക്കുറിച്ച് നമ്മൾ അറിയാവുന്നുണ്ട്. ഒരു സൈക്കോപ്പത്തിക് പേഴ്സണാലിറ്റികളാണിവർ. ഇത്തരത്തിലുള്ളവർ നമ്മുടെ അക്കാദമിക രംഗത്തുണ്ടാകുന്ന ദോഷം എന്താണെന്ന് അറിയാം. അത് 2014-നും 2025-നും ഇടയിൽ 180ഓളം ആത്മഹത്യകൾ ഇന്ത്യയിലെ IIT, IIM, NIT മുതലായ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയുള്ള കാരണങ്ങളിൽ അക്കാഡമിക് പ്രഷേഴ്സ് പറയുന്നുണ്ട്, അവിടുത്തെ സ്ഥാപനപരമായ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, ജാത്യാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ഒരു അധ്യാപകനോ അധ്യാപകയോ ഉണ്ടാകുന്നത് പല രീതിയിലാണ്. ഇപ്പം നേഴ്സറി സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ LKG പഠിപ്പിക്കുന്ന തന്നെ TTC എന്നൊരു കോഴ്സ് ഉണ്ട്. ഇപ്പോൾ കോളേജുകളിലും മറ്റും അതേ MEdഉം BEdഉം ഒക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് രംഗത്തോ ഇത്തരത്തിൽ പഠിപ്പിക്കാനുള്ള ഒരു പരിശീലനം ആവശ്യമില്ല. മെഡിക്കൽ കോളേജിലൊക്കെ ഇപ്പോൾ അധ്യാപകർ പറഞ്ഞു, ഞങ്ങളൊക്കെ കയറിയ സമയത്ത് ഒരു MD ഡിഗ്രി മാത്രം ഉണ്ടായിരുന്നെങ്കിൽ അധ്യാപകനാവാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അതിനോടൊപ്പം 1-2 പരീക്ഷകളും കൂടി എഴുതണമെന്നുണ്ട്. ഇതിലൊന്നും ഒരു കുട്ടി എന്താണെന്നോ ഇന്ത്യയുടെ സാമൂഹ്യസ്ഥിതി എന്താണെന്നോ എങ്ങനെയുള്ള കുട്ടിയാണെന്ന് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നതെന്നോ എന്നതിനെക്കുറിച്ചൊരു തരിമ്പും മനസ്സിലാകാത്ത അധ്യാപകന്മാരും അധ്യാപികമാരും മുന്നിലുള്ളത്. എനിക്ക് വ്യക്തിപരമായി തന്നെ അനുഭവമുണ്ടെന്നേ. ഞാൻ 1-ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മകനാണ്. എൻ്റെ ആശുപത്രിയിലുള്ളപ്പോൾ രാവിലെ ഒരു കൂട്ടിരിപ്പുകാരെന്ന രീതിയില്ല, മറ്റൊരാളുണ്ട്. ഞാനിപ്പോൾ രാവിലെ റൗണ്ട്സിൻ്റെ സമയത്ത് ആ ആശുപത്രിയിലുണ്ട്. അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ബാക്കി എന്ത് സൂചന കൊണ്ടും അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ ചർച്ച ഇരുന്ന് കേൾക്കുന്നുണ്ടാവും. ഈ അധ്യാപകൻ, അത് അന്നത്തെ മെഡിക്കൽ കോളേജിലെ റൗണ്ട്സ് എന്ന് വെച്ചാൽ ഒരു ഭീകര പരിപാടിയാണ്. ഒരു തലവനോടൊപ്പം, ഈ തലവനെന്ന് പറയുമ്പോൾ വകുപ്പ് മേധാവി എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട, വകുപ്പ് മേധാവിയല്ല. തലവനും അവിടുത്തെ അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ലെക്ചറർമാർ, 3-ാം വർഷ PG വിദ്യാർത്ഥി, 2-ാം വർഷ PG വിദ്യാർത്ഥി, 1-ാം വർഷ PG വിദ്യാർത്ഥി, പിന്നെ ഹൗസ് സർജന്മാർ, ഫൈനൽ ഇയർ, തേർഡ് ഇയർ വിദ്യാർത്ഥികളൊക്കെ വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഈ മനുഷ്യൻ വന്ന് എന്നോട് ചോദിക്കുക, നിനക്ക് പെണ്ണുങ്ങളെ ആരെയും കിട്ടിയില്ലേടാ പിടിച്ചു നിർത്താൻ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാനിവിടെ 1-ാം വർഷ വിദ്യാർത്ഥിയാണ്, ഇങ്ങനെയാണെന്ന് പറയുന്നു. 2-ാമത്തെ വർഷം ഇദ്ദേഹം ഒരു ക്രൂര വിനോദത്തോട് അത് തന്നെ ചോദിക്കുകയാണ്. അന്ന് ഞാനൊന്നും മിണ്ടിയില്ല. 3-ാമത്തെ ദിവസം, നിനക്ക് പെണ്ണുങ്ങളെ ആരെങ്കിലും കിട്ടിയില്ലേടാ കൊണ്ടുവന്ന് നിർത്താൻ എന്നാണ് ചോദിക്കുന്നത്. ചോദിച്ചപ്പോൾ ഞാനൊന്ന് പ്രതികരിച്ചു. ഞാൻ പറഞ്ഞു, സാറിനോട് ഞാൻ 2-3 ദിവസമായിട്ട് പറയുന്നതല്ലേ എന്ന് ചോദിച്ചു. അന്ന് എൻ്റെ പുറകിൽ വന്ന് പിടിച്ച കുറേ കൈകളുടെ ഒരു സോഫ്റ്റ്നെസ് എനിക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ആ കൈകൾ പറഞ്ഞത് അരുത് എന്നാണ്, വിലക്കിയതാണ്. അതിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാരുണ്ട്. എനിക്ക് അവരുടെ കൂടെ ജോലി ചെയ്യാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു അധ്യാപകനായപ്പോൾ
അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംവിധാനമാണ് അന്ന് മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 80കളിലെ ഒരു റാഗിങ്ങിന് ശേഷവും കേരളത്തിലുള്ള ഒരു അധ്യാപകൻ തൻ്റെ മരിച്ചു കിടന്ന വിദ്യാർത്ഥിയെക്കുറിച്ച് പറഞ്ഞത് അവൻ്റെ കണ്ണ് കണ്ടോ, ചത്ത മീനിൻ്റെ കണ്ണാണെന്നാണ്. ഇത്ര ക്രൂരന്മാരായ എമ്പതി ഇല്ലാത്ത സൈക്കോപ്പത്തുകൾ ഇപ്പോഴും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതും അവരൊക്കെ ഇങ്ങനെ നിർബാധം അഴിഞ്ഞാടിയിരുന്നുവെന്നും ഇത് കേരളത്തിലാണെന്നും നമ്മൾ ഇപ്പോഴുമൊക്കെ അങ്ങ് വിശ്വസിക്കണമെന്നേ. ഈ 25 വർഷം കഴിഞ്ഞു ഇതിന് ശേഷം, 2000 ആണ്ടിന് ശേഷം. ഇന്ന് പോലും മെനഞ്ഞാന്ന്, കഴിഞ്ഞ മാസം, ഒരു വർഷം മുമ്പ് അപ്പോഴുമൊക്കെ ഈ അധ്യാപകർ ഇവിടെ ആയിരുന്നെങ്കിൽ ഈ സംവിധാനത്തിന് എന്തോ അതീവ ഗുരുതരമായ തകരാറ് സംഭവിച്ചിരിക്കുകയാണ്. ഇത് തിരുത്തിയേ പറ്റും. ഇത് എന്ത് തരം അധ്യാപനമാണ് എന്ന് മനസ്സിലാകുന്നില്ല. മാത്രവുമല്ല, മെഡിക്കൽ പഠനത്തിൽ മാത്രമല്ല, മറ്റേത് പഠനത്തിലായാലും നിറത്തിനും ജാതിക്കും സമ്പത്തിനുമൊക്കെ എന്താണ് പ്രാധാന്യം എന്നതും മനസ്സിലാകുന്നില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.